പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ജോസഫ് ആദ്യകാല ശുശ്രൂഷകരിൽ ഒരാളാണ്. വർഷങ്ങളായി കേരളത്തിലും ഇന്ത്യയിലും പല സ്ഥലങ്ങളിലും വിദേശത്തുമെല്ലാം ധ്യാന ശുശ്രൂഷകൾക്ക് വേണ്ടി ത്യാഗം സഹിച്ച ആളാണ്. ഒരു ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിരുന്ന് ദൈവാത്മാവിൽ നിന്ന് ചില സന്ദേശങ്ങൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം അറിയിച്ചു. ഒരുമിച്ച് ശുശ്രൂഷ ചെയ്തിട്ടുള്ള ഞങ്ങളിൽ ചിലർ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഒരുമിച്ച് കൂടി. പല സ്ഥലങ്ങളിൽ മാറി മാറി താമസിക്കേണ്ടി വന്നിട്ടുള്ള അദ്ദേഹത്തിന് പുതിയ താമസ സ്ഥലം വലിയ ഭാരമുളവാക്കി. പ്രാർത്ഥനയിലും പള്ളിപ്പോക്കിലും എത്ര ഉത്സാഹമുണ്ടോ അതിലും ഉത്സാഹമുണ്ടായിരുന്നു തിരികെ വന്ന് വിമർശനത്തിൽ ഏർപ്പെടാനും അയൽക്കാരനെ രഹസ്യമായി വ്യക്തിഹത്യ ചെയ്യാനും യാതൊരു മടിയുമില്ലാത്തവരായി മാറുന്നു. അർപ്പിച്ച ബലിയെയോ സ്വീകരിച്ച വിസ്തുവാനെ പോലും അവർ മറന്നുപോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജോസഫ് പറഞ്ഞു, താമസം തുടങ്ങി താമസിക്കാൻ തന്നെ സന്ദർശനത്തിന് വന്നുകൊണ്ടിരുന്ന അയൽക്കാർ മടങ്ങിപ്പോകുമ്പോൾ ചെവിയിൽ അടക്കം പറഞ്ഞു, ദാ അവരെ സൂക്ഷിച്ചു, അധികം അടുക്കാൻ കൊള്ളുകയില്ല. പിന്നീട് അയൽവക്കത്ത് താമസിച്ച ഒരു കുടുംബം പോലും കൊള്ളില്ല, പ്രശ്നക്കാരിയാണ്, ഭർത്താവ് ആത്മഹത്യ ചെയ്തത് അവൾ കാരണമാണ്, അവളുടെ പണം നല്ല രീതിയിൽ ഉണ്ടാക്കിയതല്ല തുടങ്ങി സംസാരത്തിൽ ഏറെ സമയവും ആരോപണങ്ങളും വിമർശനങ്ങളും മാത്രമായി. അവസാനം ജോസഫ് ഞെട്ടലോടെ അറിഞ്ഞു, തന്നെയും അവരെ വെറുതെ വിട്ടിട്ടില്ല. ശുശ്രൂഷയെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ആലയങ്ങളിൽ പോലും രഹസ്യമായി അഡ്രസ്സ് നൽകാതെ ദുസൂചനകൾ നൽകി തുടങ്ങിയെന്ന്. എന്നാൽ ദേവാലയത്തിൽ ബലിയർപ്പണത്തിൽ ഇവർ വിമുഖരായിരുന്നുമില്ല. എന്നാൽ നേരിൽ കാണുമ്പോൾ ഇവർ വളരെ സ്നേഹത്തോടെ പെരുമാറുകയും എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്യുമായിരുന്നു. സങ്കീർത്തനം 55, 21, 22 ഈ സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. അവൻ്റെ സംസാരം വെണ്ണയേക്കാൾ മൃദുലമായിരുന്നു, പക്ഷേ അവൻ്റെ ഹൃദയത്തിലോ പടയൊരുക്കം. അവൻ്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവ, എന്നാൽ അവ ഉറയൂരിയ വാളുകളായിരുന്നു. പ്രിയപ്പെട്ടവരെ, എത്രയോ അഭിഷിക്തരെ, വൈദികരെ, അൽമായരെ ഇങ്ങനെ രഹസ്യമായി ആക്രമിക്കുന്നവരുണ്ട്. അഭിഷിക്തൻ്റെ കണ്ണീർ വീഴ്ചാൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് നീ മാത്രമല്ല എന്നും നിൻ്റെ തലമുറകളിലേക്ക് അത് വരാമെന്നും തിരുവചനം ഓർമ്മിപ്പിച്ചു. വൈദികർ മാത്രമല്ല, അഭിഷിക്തരെന്നും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ജോസഫിനെ പോലുള്ള അൽമായരും അഭിഷേകമുള്ളവരാണ്. യൗവനം മുതൽ അവർ സുവിശേഷ ത്യാഗങ്ങൾ വഹിച്ചവരാണ്. കഷ്ടനഷ്ടങ്ങൾ സഹിച്ചും പീഡകളും അപമാനവും സഹിച്ചും ഒറ്റപ്പെട്ടും സുഖഭോഗങ്ങൾ ത്യജിച്ചും ജീവിച്ചു പോന്നവരാണ്. വട്ടം കൂടി ശുശ്രൂഷകരെ ചർച്ചാവിഷയമാക്കുമ്പോൾ ഒന്നുകൂടി സ്വയം പരിശോധിക്കുകയും ആത്മാവിനെ നശിപ്പിക്കാതിരിക്കുകയും ദൈവത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ വാങ്ങുകയും ജീവിതത്തിൽ തടസ്സങ്ങൾ വന്നു ഭവിക്കാതിരിക്കാൻ സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ സ്വയം ബാധ്യതയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളും ശക്തിയും ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യുന്നവർ ആത്മാക്കളെ നേടുന്നു. അവർക്കൊരു ശത്രുവുണ്ട് എന്ന് നമുക്കറിയാം, അത് പൈശാചിക ശക്തിയാണ്. ദൈവമനുഷ്യൻ്റെ സ്നേഹിത എന്ന പുസ്തകത്തിലൂടെ അത് എഴുതപ്പെട്ടു. പിശാച് ക്രിസ്തുവിനോട് നിന്നെ പഴുന്തിനു പോലെ വലിച്ചുകൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ട് എന്നവൻ അലറി. കാൽവരിയിലേക്ക് അങ്ങനെ വലിക്കപ്പെടുകയും ചെയ്തു. ആത്മാക്കളെ നേടാൻ കഴിയുന്ന ഒരു ശുശ്രൂഷകനെ രോഗപീഠകളിലൂടെയോ കുടുംബത്തിലും ബന്ധുക്കളുടെയും ഇടയിൽ ശത്രുക്കൾ ഉണ്ടായോ സാമ്പത്തിക മേഖലയിൽ തകർച്ച വരുത്തിയോ അവൻ നിസ്സഹായനാക്കാം. ജോബിൻ്റെ പുസ്തകത്തിലൂടെ ഇതറിയിച്ചിട്ടുണ്ട്. ജോബിൻ്റെ ഭാര്യ പോലും ജോബിനെ വെറുത്ത് സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ അസ്വസ്ഥതകളുണ്ടാകാം. ജീവിത പങ്കാളിയോ മക്കളോ ഭിന്നിച്ചേക്കാം. അവർ തന്നെ തിന്മയുടെ സ്വാധീനത്താൽ സംസാരിച്ചേക്കാം. ഇന്ന് അതിബുദ്ധിമാനായ പൈശാചികശക്തി പല രീതിയിലും ഈ പ്രവൃത്തി ചെയ്യുന്നുവെന്ന് നമുക്കറിയാം. തിന്മ വസിക്കുന്ന സമൂഹം ഇത് ആഘോഷമാക്കാൻ ശ്രമിക്കുന്നു. അയാൾ വലിയ ധ്യാനഗുരുവല്ലേ, അവൻ വലിയ ധ്യാനഗുരുവല്ലേ, അവൻ്റെ കുടുംബത്തിൽ സംഭവിച്ചതെന്ത്? സഹോദരങ്ങളെ, വിമർശനത്തിൻ്റെ ദുർഗന്ധം പരത്താനല്ലാതെ ഒരാത്മാവിനെയെങ്കിലും രക്ഷിക്കാൻ നിനക്ക് കഴിഞ്ഞോ എന്ന്, ദൈവം അതിനുള്ള കൃപ നിനക്ക് നൽകിയിട്ടുണ്ടോ എന്ന് പരിഹാസകരുടെ പീഠത്തിലിരിക്കും മുമ്പ് സ്വയം ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതാ തിരുവചനം ഇങ്ങനെ സംസാരിക്കുന്നു, കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ ആലയം എന്ന പൊള്ളവാക്കുകളിൽ നിങ്ങൾ ആശ്രയിക്കുന്നു. ഒരുക്കമില്ലാതെ നിങ്ങൾ ദേവാലയത്തിൽ കടന്നു വരികയും ചെയ്യുന്നു. അയൽക്കാരെല്ലാവരും ഏഷണിക്കാരാണ്, അവർ അയൽക്കാരനെ വഞ്ചിക്കുന്നു. ഒരുവനും സത്യം പറയുന്നില്ല, കള്ളം പറയാനാണ് അവരുടെ നാവിന് ശീലം.
അതിക്രമത്തിൽ മുഴുകി അവർ അനുദപിക്കുന്നുമില്ല. ജെറമ്യായുടെ പുസ്തകത്തിലൂടെ അവിടെ ഓർമ്മിപ്പിച്ചു, അവരുടെ നാവ് മാരകമായ അസ്ത്രമാണ്, അത് വഞ്ചന പൊഴിക്കുന്നു. അയൽക്കാരനോട് സൗഹാർദ്ദമായി സംസാരിക്കുമ്പോഴും അവൻ തങ്ങളുടെ ഹൃദയത്തിൽ കെണിയൊരുക്കുകയാണ്. കർത്താവ് തൻ്റെ ശുശ്രൂഷകനോട് ഓർമ്മിപ്പിക്കുന്നു, നീ എവിടെ വസിക്കുന്നെന്ന് എനിക്കറിയാം, സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്ത് തന്നെ. എങ്കിലും നീ എൻ്റെ നാമത്തെ മുറുകെ പിടിക്കുക. സാത്താൻ വസിക്കുന്ന നിങ്ങളുടെ സമൂഹത്തിൽ വെച്ച് എൻ്റെ വിശ്വസ്ത സാക്ഷിയായി നീ മാറുക. അധർമ്മി വാക്കുകൊണ്ട് അയൽക്കാരനെ നശിപ്പിക്കും, നീതിമാൻ വിജ്ഞാനം നിമിത്തം വിമോചിതനാകും. പ്രിയപ്പെട്ടവരെ, വെളിപാടിൻ്റെ പുസ്തകത്തിലൂടെയും സുഭാഷിതത്തിൻ്റെ പുസ്തകത്തിലൂടെയും കർത്താവ് ഒരു സുവിശേഷകൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. നീ എവിടെ വസിക്കുന്നുവെന്ന് നിനക്ക് മുമ്പേ ദൈവത്തിന് അറിയാം. ഒരുപക്ഷെ കർത്താവിന് ആ സമൂഹത്തിൽ നിന്നെക്കൊണ്ട് എന്തെങ്കിലും പ്രവർത്തിക്കാൻ ബാക്കിയുണ്ടാകാം. അവരുടെ ആത്മാവിന് വേണ്ടി ഒരുപക്ഷെ പ്രാർത്ഥിക്കാൻ, മധ്യസ്ഥം വഹിക്കാൻ കർത്താവ് ഏൽപ്പിച്ചിരിക്കാം. ജോബിൻ്റെ പുസ്തകം അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. കർത്താവെ, അവരുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയോ പ്രയാസങ്ങളുടെയും ദുരിതങ്ങളുടെയും കാലത്ത് ഞാൻ എൻ്റെ ശത്രുക്കൾക്ക് വേണ്ടിയോ യാചിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്രകാരം സംഭവിച്ചു കൊള്ളട്ടെ. പ്രിയപ്പെട്ടവരെ, ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കാനും യാചിക്കാനും ദൈവം എന്നോട് ആവശ്യപ്പെടുന്നു. മനസ്സ് തകർന്ന് പ്രതികാരത്തിന് ഒരുങ്ങിയോ ദേശം വിട്ട് പോവുകയല്ല ചെയ്യേണ്ടതെന്നും, ഇങ്ങനൊരു അവസ്ഥയിൽ കർത്താവിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും സ്വർഗത്തിൽ നിക്ഷേപങ്ങളും ലഭിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നിന്നിൽ ശക്തമായി വസിക്കുവാൻ അവിടുന്ന് ഓർമ്മിപ്പിച്ചു. കർത്താവേ, എൻ്റെ ശത്രുക്കൾ അവരുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയോ പ്രയാസങ്ങളുടെയും ദുരിതങ്ങളുടെയും കാലത്ത് ഞാൻ എൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി യാചിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്രകാരം സംഭവിച്ചു കൊള്ളട്ടെ. ജെറമ്യായുടെ പുസ്തകം 15:11. പ്രിയപ്പെട്ടവരെ, സുവിശേഷകൻ, അഭിഷിക്തൻ ഏകാഗിയായി ജീവിക്കുന്നവനാണ്. അവൻ ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ളവനാണ്, ആഘോഷങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞിട്ടുള്ളവനാണ്, തന്നിൽ വസിക്കുന്ന ദൈവാത്മാവിന് വില നൽകിയിട്ടുള്ളവരാണ്. അവിടുന്ന് അറിയിക്കുന്ന ഉല്ലാസ ജീവിതം നയിക്കുന്നവരോട് ഞാൻ സഹവസിക്കുകയോ അവരോടൊത്ത് സന്തോഷിക്കുകയോ ചെയ്തില്ല. അങ്ങയുടെ കരം എൻ്റെ മേലുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഏകാഗിയായി കഴിഞ്ഞു. കർത്താവിൻ്റെ ആത്മാവിന് വേണ്ടി, വചനത്തിൻ്റെ ശക്തിക്ക് വേണ്ടി, അഭിഷേകത്തിൻ്റെ ശക്തിക്ക് വേണ്ടി, വരദാനങ്ങളുടെ ശക്തിക്ക് വേണ്ടി ആൾക്കൂട്ടങ്ങളിൽ നിന്നും ആഘോഷങ്ങളിൽ നിന്നും പിൻവാങ്ങി ഏകനായി പ്രാർത്ഥിക്കുകയും തീക്ഷ്ണമായി ബലിയർപ്പിക്കുകയും ആത്മാവിന് വേണ്ടി യാചിക്കുകയും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയും ചെയ്യുന്ന അൽമായരെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ദുരിതം നമ്മളെ ഇരന്നു വാങ്ങുകയാണെന്ന് തിരുവചനം ഓർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാവുകൊണ്ട് എത്രയോ പേരെ നമ്മൾ നശിപ്പിക്കുന്നു, എത്രയോ ഹൃദയങ്ങൾ തകർത്തിരിക്കുന്നു, എത്രയോ നല്ല ബന്ധങ്ങൾ തകർത്തിരിക്കുന്നു. അതിനുശേഷം കുംസാരക്കൂട്ടിൽ പോയി ഞാൻ കുറ്റം പറഞ്ഞു എന്ന് ഏറ്റുപറഞ്ഞാൽ കർത്താവ് നിന്നോട് ക്ഷമിക്കുകയോ നിൻ്റെ പാവങ്ങൾക്ക് വിടുതൽ നൽകുകയോ ചെയ്യുമോ? നീ ചെയ്ത പാവത്തിൻ്റെ അസഹ്യത അനുഭവിച്ചത് എത്രയോ പേരാണ്. ഈ സമയങ്ങളിൽ വീണ്ടും കർത്താവ് ഓർമ്മിപ്പിക്കുന്നു, മുറിവേക്കുമ്പോൾ, ഹൃദയം തകരുമ്പോൾ ദേശം വിട്ട് ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിക്കാതെ മൗനമായി ഏകമായി തിരുവചനം സൂചിപ്പിച്ചതുപോലെ ശത്രുവിന് വേണ്ടി, അയൽക്കാരന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നാൽ വിമർശനം തൊഴിലാക്കിയവരോട് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു, നീ പിന്തിരിയുന്നില്ല എങ്കിൽ കർത്താവിൻ്റെ ശിക്ഷ നിൻ്റെ മേലും നിൻ്റെ ഭവനത്തിൻ്റെ മേലും വന്നു പതിക്കാൻ കാരണമാകും. ജോസഫിനെ പോലെ വ്യക്തിഹത്യ ചെയ്യപ്പെടുന്ന അനേകം അൽമായർക്ക് വേണ്ടി, അഭിഷിക്തർക്ക് വേണ്ടിയാണ് ഈ വാക്കുകൾ സംസാരിച്ചത്. പ്രിയപ്പെട്ടവരെ, സ്വയം പരിശോധിക്കാനും തെറ്റുതിരുത്താനും രണ്ടോ അതിലധികമോ പേര് ദൈവനാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് അവിടുന്ന് അറിയിച്ചതുപോലെ 2, 3, 4 അയൽക്കാർ ഒന്നിച്ചു കൂടുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകാനും നല്ലത് മാത്രം പറയാനും മറ്റവരെ സ്നേഹിക്കാനും സഹായിക്കാനും വിമർശനം ഒഴിവാക്കാനും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ വചനങ്ങൾ ധ്യാനിക്കാൻ ദൈവം നമ്മളെ ഇടവരുത്തട്ടെ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ.